പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അലർച്ചിയിൽ എന്തെങ്കിലും കുഴപ്പമെല്ലാം ഉണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് ഇതാക്കിയാൽ മതി, ഞാൻ നന്നായിക്കോളും. അതേപോലെ എന്താ പറയുക, പറഞ്ഞിട്ടാകുമ്പോൾ അത് ജെന്യൂനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് വീഡിയോയിലൊന്ന് കാണുക. അതേപോലെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പടത്തിനെക്കുറിച്ച് സിമ്പിളായിട്ട് പറയുക എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ വിക്രത്തിലൂടെ കമൽഹാസൻ റിട്ടേൺ വന്നു, പക്ഷേ അതേപോലെ താത്താവിലൂടെ റിട്ടേൺ പോവുകയും ചെയ്തിന്. ചിലപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ മൊത്തമായിട്ട് അങ്ങ് പോവാം. അതിന് വീണ്ടും എന്താ പറയുക, കം ബാക്ക് കൊടുക്കണമെങ്കിൽ ലൊക്കേഷനെ വരേണ്ടി തോന്നുന്നു. അപ്പോൾ ഈ കഥ ഇങ്ങനെ തുടങ്ങി കുറച്ച് ഭയങ്കരമായൊരു ലാഗിലിങ്ങനെ പോകും. അങ്ങനെ ലാഗിലിങ്ങനെ പോയി കുറച്ച് നമുക്ക് എന്തെങ്കിലും ഒരു രോമാഞ്ചം വരുന്നല്ലോ തോന്നും, പക്ഷെ ഒരിക്കലും വരില്ല. അത് വെറും തോന്നൽ മാത്രമാണ്. പിന്നെ ഏകദേശം എല്ലാ പടത്തിലും പോലെ ഒരു ഇൻ്റർവൽ ക്ലീശ അങ്ങ് തരും. അതിന് ശേഷമില്ല പടം എന്ന് വെച്ചാൽ മലയാളം സിനിമയെന്ന് എനിക്ക് ഓർമ്മയെടുത്ത് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഫേവറേറ്റ് ആയൊരു സിനിമയുണ്ട്, യോധ. അതിൽ അപ്പുക്കുട്ടൻ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് നേപ്പാളിൽ പോയി കുറേ ആയോധന കല പഠിക്കുന്നില്ലേ, അതേപോലെ കുറച്ച് ഇതെല്ലാം പഠിക്കും. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ലാസ്റ്റ് നമ്മൾ ചിന്തിക്കും ഇനി ഇത് ബോധിധർമ്മനോ മറ്റോ ആവുമെന്ന്. അത് അതിൽ ജോജോനെ ട്രോളുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ജോജോനെ ചോദിക്കും ഇതൊക്കെ ബോധിധർമ്മൻ എന്നാണോ പഠിച്ചതെന്ന്. അപ്പോൾ അതെല്ലാം ഒരു നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ വലിയ യാതൊരു കാര്യമില്ല. അപ്പം ഇതെല്ലോ ഹൈപ്പ് കൊടുത്തു എന്ന് വെച്ചാൽ വീണ്ടും കമൽ സാർ റിട്ടേൺ വന്നു, അതേപോലെ സിംബു. ജന്മത്താവാച ഒരു പടമായിട്ട് കമ്പയർ വെറുപ്പിന് ലോക വെറുപ്പിക്കണം. ഇനി അങ്ങനെ ഇതിനേക്കാൾ വെറുപ്പിച്ചില്ല ആ ലെവലാണ്.